ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പാരൻറ്റിങ്ങിനെ പറ്റിയാണ്. എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലേ പാരൻറ്റിങ്. നമുക്കൊരു കുട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടീനെ എങ്ങനെ പാരൻറ്റിങ് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല. നമ്മൾ പാരൻറ്റിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ളവരും കൂടെ പാരൻറ്റിങ് ചെയ്യാൻ വരും. നമ്മുടെ പാരൻസ്, ഇൻലോസ്, ഹസ്ബൻഡിൻ്റെ പാരൻസ് എല്ലാവരും കൂടെ ലാസ്റ്റ് അയൽവാസി അങ്ങനെ പറയും, ഇങ്ങനെ പറയും, നീ എന്തിനാ അത് ചെയ്തേ, ഇത് ചെയ്തേ, അങ്ങനെ കൊടുത്തേ, ഇങ്ങനെ കൊടുത്തേ, എൻ്റെ വീട്ടിൽ അത് കൊടുക്കാറില്ല, നിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോ, ഓ അങ്ങനെയൊക്കെ ചെയ്യുമോ, ഒരു വയസ്സുള്ള കുട്ടിക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമോ, അതൊക്കെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരുപാട് റീൽസുകൾ. ഇപ്പോൾ ഈ അടുത്ത് ഒരുപാട് റീൽസുകളിലൊക്കെ ഞാൻ കണ്ടു, ഒരു വയസ്സുള്ള കുട്ടിയൊക്കെ ചിക്കൻ പൊരിച്ചത് കഴിക്കുന്ന റീൽസുകൾ. ഇതൊക്കെ ഉള്ളതാണോ എന്നൊന്നും അറിയില്ല. എന്നിരുന്നാലും കുറേ ആൾക്കാർ അതിനെ പല കോമഡി ആക്കിയിട്ടൊക്കെ പല രീതിയിൽ ഞങ്ങൾക്കൊക്കെ ഈ കായപ്പൊടിയെ തന്നിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് റീൽസുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും തമാശയിലൊക്കെ പറയുന്നൊരു വിഷയമാണെന്നുണ്ടെങ്കിലും വളരെ സീരിയസ് ആയൊരു വിഷയമാണ് പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ, പെൺകുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും വന്നിട്ട് കുട്ടീനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾക്ക് എങ്ങനെയാണോ ആ കുട്ടീനെ പാരൻറ്റിങ് ചെയ്യാൻ ആഗ്രഹം അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല, അതെന്തുകൊണ്ടാണ്, ഇനി നമ്മുടെ പ്രശ്നമാണോ, അപ്പോൾ നമ്മൾ വീട്ടുകാരെ പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ കുട്ടിയല്ലേ, എനിക്കിഷ്ടമുള്ള പോലെയല്ലേ എനിക്ക് അതിനെ വളർത്തേണ്ടത്. അവർ ഓൾറെഡി ഇങ്ങനെ സ്പോയിൽഡായ കുറേ അനുഭവം, കുറേ എന്താ പറയുക രീതികൾ, കുറേ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും എൻ്റെ കുട്ടിയും അത് ഫോളോ ചെയ്യേണ്ടതില്ലല്ലോ. എനിക്കത് ഇവനിൽ നിന്നല്ല ഇവളിൽ നിന്നത് മാറ്റിക്കൂടെ, ഞാൻ വിചാരിച്ച പോലെ, ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങളെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വളർത്താൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ വരുന്ന ആൾക്കാരോട് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചു, എന്താണ് അവിടെ നടക്കുന്നത്, ശരിക്കും എന്താ നടക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ചിലപ്പം ഇന്ന ഫുഡായിരിക്കും കുട്ടിക്ക് കൊടുക്കുക. ചിലപ്പം ഇവർക്ക് ആ കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സ് വരെ ചോക്ലേറ്റ് കൊടുക്കണ്ട എന്നായിരിക്കും. ഇപ്പോൾ ഷുഗർ കൊടുക്കുന്നത് കുട്ടികൾക്ക് അത്ര നല്ലതല്ല. അപ്പോൾ 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് വരെയെങ്കിലും ഈ ചോക്ലേറ്റോ ഷുഗർ ഇട്ട കണ്ടൻറ്റുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ പാരൻസ്. ഓക്കെ, അവരിപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു പുതിയ ജനറേഷൻ പാരൻസുകളാണ്. പണ്ടുള്ളവർക്ക് അറിയാത്ത പല കാര്യങ്ങളും അറിയുന്ന ആൾക്കാർ. ഞാൻ പണ്ടുള്ളവർ ഒന്നും അറിയാത്തവരാണ് നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ, കുട്ടികൾക്ക് ഷുഗർ കൊടുക്കരുത്, അത് കൊടുക്കരുത്, ഇത് കൊടുക്കരുത് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ എപ്പോഴാണ് വന്നത്. അതേപോലെ ലെയ്സ് കൊടുക്കുക, അജിനാമോട്ടോ ഇട്ട സാധനങ്ങൾ കൊടുക്കുക, ഇങ്ങനത്തെ ഒന്നും കൊടുക്കരുത്. പണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു പാരൻറ്റ്. അപ്പോൾ ഇവർ എന്നോട് പറയുന്നത്, ഇത് പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇവർ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഷുഗർ കൊടുക്കണ്ട എന്ന് പറയുമ്പോഴത്തേനേക്കും ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ, ഇതാ മോളെ ചോക്ലേറ്റ്, ഇതാ മോളെ മുട്ടായി, ഇതാ മോളെ ഇത് തിന്നോ, അത് കൊടുക്കുക. അച്ചച്ചൻ വരുമ്പോഴത്തേനേക്കും കുട്ടികൾക്ക് ലോലിപോപ്പ് വാങ്ങിക്കൊടുക്കുക. അമ്മമ്മ വരുമ്പോഴത്തേനേക്ക് മറ്റേ ചോക്ലേറ്റ് കൊടുക്കുക. ഷുഗർ കണ്ടൻറ്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടീനെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഈ ദുനിയാവിൽ ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള പോലത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ പബ്ലിക്കിന് ഞാനിപ്പോൾ ഈ പറയുന്നതിൽ നിന്ന് എന്താണ് എടുക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കുട്ടീനെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ചോക്ലേറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ആദ്യം പാരൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുക, ചോക്ലേറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, ഞാൻ കൊടുക്കട്ടെ, ചോക്ലേറ്റ് കൊടുക്കട്ടെ, കുഴപ്പമുണ്ടോ, ഞാൻ ഇത് കൊടുക്കട്ടെ, കുഴപ്പമുണ്ടോ. അവരുടെ കുട്ടീനെ അവരെന്താണോ കഴിപ്പിക്കുന്നത്, എന്ത് കഴിപ്പിച്ചിട്ടാണ് അവർ വളർത്തിക്കൊണ്ടുവരുന്നത്, എന്താണ് അവരുടെ ആശയം എന്നുള്ളത് ചോദിക്കുക. അതേപോലെ ചില ആൾക്കാർ ഭയങ്കരമായി ഫോട്ടോസ് എടുക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് സ്വന്തം കുട്ടീനെ ചിലപ്പോൾ കുറച്ച് കാലം വരെ ഫോട്ടോസ് ഒന്നും പുറത്ത് വിടണ്ട എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. ചിലപ്പോൾ പുറത്ത് വിടണ്ട എന്നായിരിക്കാം, ചിലപ്പം കണ്ണ് പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, പല പല ആശയങ്ങളും ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും നോക്കാണ്ട് അങ്ങോട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ എന്തായാലും ഒരു പാരൻറ്റ് എന്ന് പറയുന്ന ഒരാൾക്കൊരു അതോറിറ്റി ഉണ്ട്. അപ്പോൾ കുട്ടീൻ്റെ ഓരോ സാധനങ്ങൾ തീരുമാനിക്കുമ്പോഴും ആ പാരൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങളൊരു പാരൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ അച്ചച്ചന്, അമ്മച്ചൻ, ഇങ്ങനത്തെ ഗ്രാൻഡ് പാരൻസിനേക്കാളിലും ഇമ്പോർട്ടൻറ്റും കുട്ടീൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, കുട്ടീനെ പ്രസവിച്ച മദറും ഹസ്ബൻഡും. ഓക്കെ, ഈ അച്ഛനും അമ്മയ്ക്കുമാണ്. അപ്പോൾ അവരത് ചെയ്യണം. അവർ റെസ്പോൺസിബിലിറ്റി ചെയ്യാതെ അവളുടെ കുട്ടീനെ നോക്കലൊന്നുമില്ല, അമ്മയാണ് നോക്കൽ എന്ന് പറയുന്ന ഗ്രാൻഡ് പാരൻസ് നോക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. സ്വന്തമായി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് സ്വന്തം കുഞ്ഞിനെ നമ്മൾക്ക് പറ്റുന്ന പോലെ
ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ടൈമും ക്വാണ്ടിറ്റി ഓഫ് ടൈമും തമ്മിൽ നല്ല ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കുറേ സമയം, ഇപ്പം ഞാനൊക്കെ എൻ്റെ ഉമ്മേനോട് പറയും, ഉമ്മ വീട്ടിൽ ഒരു ഹൗസ് വൈഫായിരുന്നു, ഉമ്മ വർക്കിന് പോകുന്ന ഒന്നും ഇഷ്ടമില്ലാത്തതിനെ കൊണ്ടിട്ട് ഉമ്മ ഹൗസ് വൈഫായിരുന്നു ത്രൂ ഔട്ട്. പക്ഷേ ഒരു ക്വാളിറ്റി ഓഫ് ടൈം ഉമ്മേൻ്റെ അടുത്ത് കിട്ടാറില്ലായിരുന്നു എന്ന് ഞാൻ ഉമ്മേനോട് എപ്പോഴും പറയും. ഉമ്മയ്ക്ക് അപ്പത്തേനേക്കും അയലിലിട്ടത് നരച്ചു പോവും, അടുപ്പത്തിട്ടത് കരിഞ്ഞു പോവും, അത് ഏതെന്നൊക്കെ പറഞ്ഞ് ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ വീട്ടിൽ ഓരോ ജോലികൾ ചെയ്തിങ്ങനെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ ക്വാളിറ്റി ഓഫ് ടൈം ഇല്ല. ക്വാണ്ടിറ്റി ഓഫ് ടൈം പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് വന്ന് കുറേ നേരം ഇരുന്നിട്ടൊന്നും കാര്യമില്ല. പക്ഷേ വർക്കിംഗ് വുമൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ക്വാളിറ്റി ഓഫ് ടൈം കൊടുക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ അതായത് വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഫോണൊക്കെ മാറ്റി വെച്ച് കുട്ടീൻ്റെ കൂടെ തന്നെ ഇരിക്കുക. അങ്ങനെ ഇരുന്നാൽ അങ്ങനെ മതി. ചില ആൾക്കാർക്കൊക്കെ ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഗിൽട്ട് ഫീലിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രസവ സമയം തൊട്ടിട്ടേ പറയണം. ഈ ഗിൽട്ട്, ഈ പെൺകുട്ടികളുടെ ഉള്ളിലുണ്ടാവുന്ന ഗിൽട്ട് ഒരുപാട് എണ്ണുണ്ട്. അതായത് ഈ അമ്മമാരുടെ ഉള്ളിലുണ്ടാവുന്ന ഗിൽട്ട് ഒരുപാടുണ്ട്. അത് പ്രസവ സമയം മുതലേ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് സാധനങ്ങൾ ഞാൻ പറഞ്ഞു നോക്കാം. നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും. അപ്പോൾ കുട്ടീനെ കാണാൻ ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കും, നോർമൽ ഡെലിവറി അല്ലേ, സി സെക്ഷനാണോ, സിസേറിയനാണോ, ഈ ഹോസ്പിറ്റലിൽ പോവണ്ടായിരുന്നു, ആ ഡോക്ടർ മാറ്റിക്കൂടായിരുന്നോ, അങ്ങനെ. അപ്പോൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട്, നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി പല യാതനകളും പെയിനും ഒക്കെ സഹിച്ചതിന് ശേഷവും സെർവിക്സ് ഓപ്പൺ ആവാത്തതിനെ കൊണ്ടിട്ട് വാട്ടർ ബ്രേക്കേജ് ആയിട്ട് കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് പിന്നെ സിസേറിയന് വേണ്ടി കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് എൻ്റെയൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ പല കുട്ടികളും ഒരുപാട് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടി നടക്കുകയും ഇരിക്കുകയും സ്ക്വാട്ട് ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയും പല സാധനങ്ങളും ചെയ്തിട്ടും ഡെലിവറി നോർമൽ ആവാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്കുണ്ടാവുന്ന ഒരു ഗിൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൾക്കാരൊക്കെ വന്നിങ്ങോട്ട് ഇങ്ങനെ ചോദിക്കും, സിസേറിയനായി പോയി എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത എന്തോ ഒരു തെറ്റിനെ കൊണ്ടിട്ടാണ് വരുന്നതെന്നുള്ള പോലെ നമ്മളിങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ചിന്തിക്കണം, അത് നമ്മളെ കൊണ്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് അതിനെ സിസേറിയൻ ആക്കിയതല്ല, നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വരുന്ന ആൾക്കാർ പറയുന്നവർ പറഞ്ഞോട്ടെ. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ലേബറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു ഹോസ്പിറ്റൽ റൂമിൽ ഇരിക്കുന്ന സമയത്ത് പലരും വന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് മാത്രമല്ല കേട്ടോ, ഒരുപാട് അവസരങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ നോർമൽ ഡെലിവറി ആയിരുന്നു, ഇപ്പം എൻ്റെ 3 കുട്ടി നോർമൽ ഡെലിവറി ആയിരുന്നു എന്ന് ഭയങ്കര പൊങ്ങച്ചൊക്കെ പറയുന്ന പോലെ ആറ്റിറ്റ്യൂഡിൽ, ഞാൻ നോർമൽ ഡെലിവറീൻ്റെ ആളാണ് എന്നൊക്കെ ഇങ്ങനെ ബോസ്റ്റ് ചെയ്ത് പറയുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ സിസേറിയൻ ഉള്ള ആൾക്കാർക്ക് തല ഉയർത്തിങ്ങാട്ട് എൻ്റെ സിസേറിയൻ ആയിരുന്നു എന്ന് അങ്ങനെ പറയാൻ ഞാൻ കണ്ടൊരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നോർമലായിരുന്നു എന്ന് പറയാൻ ഒരു പ്രൗഡ് ഫീലിങ്ങും, സിസേറിയൻ ആണെന്ന് പറയാൻ എന്തോ ഒരു ഗിൽട്ട് ഫീലിംഗ്, ഒരു ഷെയിം ഫീലിങ്ങും കാണുന്നത്. അങ്ങനെ പാടില്ല ശരിക്കും. അത് നമ്മളെ സമൂഹം മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന എന്തോ ഒരു സാധനമാണ് അത്. അപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്ത് കൂട്ടുന്നതല്ലല്ലോ. ഇതാണ് ഒന്നാമത്തെ. അതേപോലെ പാരൻറ്റിങ്ങിലേക്ക് കടക്കുമ്പോഴുള്ള വേറൊരു ഗിൽട്ടാണ്, ഈ കുട്ടിക്ക് ആദ്യം ഭക്ഷണം കൊടുക്കാതെ പാരൻറ്റ് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര എന്തോ തെറ്റുള്ള പോലെയാണ് ഒരുപാട് ആൾക്കാർ പറയുക. ഇപ്പം ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഫുഡ് ആദ്യം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ കുട്ടി കുറേ തിരിഞ്ഞ് കളിച്ചാലും ഫുഡ് കഴിക്കാൻ വേണ്ടി കുട്ടീൻ്റെ വൈത്താലിങ്ങനെ നടക്കാനൊക്കെ ഉള്ളൊരു എനർജിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ വിശന്നിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഫുഡ് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് ആദ്യം കൊടുത്തിട്ട് വേണമല്ലോ അമ്മമാർ കഴിക്കാൻ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വിശന്നിരിക്കുന്ന സമയത്ത് കുട്ടി തിരിഞ്ഞ് കളിക്കുമ്പോൾ ഒന്ന് വേഗം കഴിക്കുമോ എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, കഴിച്ചങ്ങോട്ട് തീർന്നിട്ട് വേണം എനിക്ക് കഴിക്കുക എന്നുള്ള നമുക്കൊരു വെറുത്തുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ കുട്ടികളധികം നമ്മൾ അഡൽട്ട്സ് കഴിക്കണ പോലെ പെട്ടെന്ന് അങ്ങനെ കഴിച്ച് കിട്ടില്ല. അവർ കളിച്ച് കുറേ ഓടി നടന്ന് അങ്ങനെ ഇങ്ങനെ കുറേ സമയം എടുത്തിട്ടും കാക്കനെയും പൂച്ചനെയൊക്കെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം കുട്ടിക്ക് ഫുഡ് കൊടുത്ത് തീരാൻ. അതിന് ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് എഫേർട്ട് എടുക്കും, പല കഥ പറയേണ്ടി വരും. ചിലപ്പം കണ്ണടച്ചിട്ട് പൂച്ച
വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കളി കളിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഈ മദറിന് ആദ്യം ഒരു എനർജി വേണം. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തിനാണ് അങ്ങനൊരു സാധനം. ഇപ്പോൾ ഞാൻ ആദ്യം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് സമയം എൻ്റെ കുട്ടീനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലവാക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയും, സ്വന്തം ഈ എന്താ പറയുക, കുട്ടീനോട് സ്നേഹമില്ലാത്ത അമ്മമാരാണ് ആദ്യം ഭക്ഷണം കഴിക്കുക എന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ ക്ലയൻസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം, ഇപ്പോൾ ഞാൻ കുട്ടിക്ക് കൊടുക്കാതെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഗിൽട്ട് ഫീലിംഗ് ആണ്. അയ്യോ, കുട്ടിക്ക് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരുമാതിരി ഒരു ഗിൽട്ട് ഫീലിംഗ്. പിന്നെ ചില വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ ഓവർ പാമ്പറിങ്. അതായത് കുട്ടികൾക്ക് ചിലപ്പോൾ അത് കൊടുക്കണ്ട, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പം വളർന്നു വരുന്ന ജനറേഷൻ്റെ ഭാഗമായിട്ട് നമ്മളും കൂടെ ഡെവലപ്ഡ് ആയിട്ട് വരുന്നത് കൊണ്ട് പുറം നാട്ടിലുള്ള കുറേ ആശയങ്ങളും കുട്ടീനെ ഒറ്റയ്ക്ക് മാറ്റിക്കെടുത്തലും കുട്ടികൾ കരയുന്ന എല്ലാ കാര്യത്തിനും, അതായത് തൊട്ടതിനും പിടിച്ചതിനും കരയുന്ന കുട്ടികളെ മൈൻഡാക്കാതെ മുഖം ഇങ്ങനെ ബ്ലണ്ട് എഫക്റ്റ് ഇട്ടിട്ടിടുക, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ കുറേ യുവ പാരൻസുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് വെറുതെ വാശി പിടിച്ച് കരയാണെന്നുണ്ടെങ്കിൽ പാരൻ്റ് അത് മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ബ്ലണ്ട് എഫക്റ്റ്, ഒരു ഡെഡ് എഫക്റ്റ്, ഫേസിലൊരു എഫക്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ പാരൻറ്റിങ്ങിലൊക്കെ നമ്മളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സാധനം. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനേക്കും ഗ്രാൻഡ് പാരൻസ് ഒക്കെ വന്നിട്ട് ഇവളെ കുട്ടീനോട് ഒരു സ്നേഹവും ഇല്ല, കുട്ടികൾ കരയുന്ന കണ്ടില്ലേ, എങ്ങനെയാണോ കുട്ടീനെ പാവം എൻ്റെ കുട്ടി ഇങ്ങോട്ട് വാ, എൻ്റെ കുട്ടീനെ എന്ത് ചെയ്തു, ആരെന്ത് ചെയ്തു, അമ്മമ്മ നോക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ ഇങ്ങനെ പാമ്പർ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മദേഴ്സിനും ഈ ഫാദറിനും പാരൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇടങ്ങാറ് ഫീൽ ചെയ്യും. ഇവരെന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് പാരൻറ്റിങ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അന്നേരം ഒരുമാതിരി ഇറിറ്റേഷനും വരും, പോരാത്തതിനൊരു ഗിൽട്ടി ഫീലിങ്ങും വരും. ഇനിയിപ്പോൾ അവർ പാരൻറ്റിങ് ഇങ്ങനെ പാമ്പറിങ് ഒക്കെ ചെയ്തതിനെ കൊണ്ട് എൻ്റെ കുട്ടിക്ക് അവരോട് സ്നേഹം കൂടുതൽ, എന്തായാലും ഒബ്വിയസ്ലി കുട്ടിക്ക് ആരാണോ കൂടുതൽ കെയർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കുന്ന കുട്ടി അവരോട് കൂടുതൽ കൂറ് കാണിക്കും. അപ്പോൾ കുട്ടി അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന സമയത്ത് ഈ പാരൻറ്റിങ് കാര്യമായിട്ട് ചെയ്യുന്ന പാരൻറ്റ് ഒരുമാതിരി കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തൊരു പാരൻ്റായിട്ട് മാറുമോ എന്നുള്ളൊരു പേടിയും ഒരു വിഷമവും ഒരു ഗിൽട്ടും ഒക്കെ പാരൻറ്റിന് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് കൾച്ചറിൻ്റെ ഡിഫറൻസുകളാണ്. ഇപ്പോൾ അമ്മ പഠിച്ചു വന്ന കൾച്ചറിൽ കുട്ടിക്ക് ചിലപ്പം റാഗി പൗഡർ ആയിരിക്കും കൊടുക്കുക, ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചിലപ്പം വേറെ വല്ലതും ആയിരിക്കും, കായപ്പൊടി ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഇത് തമ്മിൽ ചിലപ്പം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യാന്ന് പറയുമ്പോൾ ഹസ്ബൻഡുമാർ ചിലപ്പോൾ അല്ലെങ്കിൽ ഭാര്യമാർ ചിലപ്പം പറയും ഞങ്ങളവിടെയൊക്കെ എങ്ങനെയാണ്, ഞങ്ങളവിടെയൊക്കെ സെർലാക്ക് കൊടുക്കും, നിങ്ങളവിടെ എങ്ങനെയാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില പോലെയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ചായ കൊടുക്കില്ല എന്ന് പറയും, 3-4 വയസ്സ് വരെ ചിലപ്പോൾ ചായയും കാപ്പിയൊന്നും കൊടുക്കില്ല. പക്ഷേ ചില വീട്ടിൽ 1 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ബോട്ടലിൽ കാപ്പി കൊടുക്കുന്നതും ചായ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പെപ്സി കൊടുക്കുക, കുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ പല കൾച്ചറലായിട്ട് ഇവനൊക്കെ എത്രയോ ചായ കുടിച്ച് വളർന്നിട്ട് എന്നിട്ട് ഇവനൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പാരൻറ്റിങ് ചെയ്യാൻ നമ്മളങ്ങോട്ട് അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു കൾച്ചറൽ ഇൻവോൾവ്മെൻറ്റ്, അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ പാരൻ്റായിരിക്കുന്ന നിങ്ങൾ അച്ഛനും അമ്മയും ഇത് മനസ്സിലാക്കണം. പാരൻറ്റിങ് ചെയ്യാൻ വിടാത്ത ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. അവരോട് ചോദിച്ചിട്ട്, ഇപ്പോൾ ഗ്രാൻഡ് പാരൻറ്റിൻ്റെ അടുത്തിട്ട് കുട്ടി എന്തെങ്കിലും വന്നിട്ട് പറയാണ് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൈമറി ആയിട്ട് ചോദിക്കേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് ഫാദറും മദറുമാണ്. അപ്പോൾ നിൻ്റെ അച്ഛനോടും അമ്മേനോടും ചോദിച്ചിട്ട് ചെയ്തോ, ആ വീട്ടിലേക്ക് പോട്ടെ ഈ വീട്ടിലേക്ക് പോട്ടെ, ഇന്ന് അവിടെ സ്ലീപ്പ് ഓവറിന് പോട്ടെ, നിൽക്കാൻ പോട്ടെ, അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വലിയച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്, അമ്മമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്ന് കുട്ടീനെ കൊണ്ട് പറയാൻ അനുവദിക്കരുത്. എന്താ വെച്ചാൽ ഈ ഗ്രാൻഡ് പാരൻസിനോട് പറയുകയാണ് നിങ്ങളെ കുട്ടീനെ വളർത്തി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നോക്കി. ഇനിയിപ്പോൾ നിങ്ങളെ കുട്ടികൾ വളർത്തുമ്പോൾ അവർക്ക് അവരുടെ പാരൻറ്റിങ്ങിനുള്ള എല്ലാ അതോറിറ്റി ഉണ്ട്. ഞാൻ പ്രസവിച്ച കുട്ടീനെ എങ്ങനെ വളർത്തണം എന്ന് തീരുമാനിക്കാൻ എനിക്കൊരു അവകാശമുണ്ട്. അതിപ്പോൾ എല്ലാവരും റിബല്ലായും കൊണ്ട് ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷേ അത് രണ്ട് കൂട്ടരും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പാരൻറ്റിങ് ചെയ്യാൻ അവർക്ക് പറ്റും.
കുറേ പാരൻസ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആദ്യത്തിലൊക്കെ അവൾ പാരൻറ്റിങ് ചെയ്യുമ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ പാരൻറ്റിങ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. വയസ്സായ കപ്പിൾസാണ് എന്നോടിത് പറഞ്ഞത്. ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ശരിക്കും പാരൻറ്റിങ് ചെയ്യേണ്ടിയിരുന്നത്, ഞങ്ങൾ കുറച്ച് ഓവർ കെയർ ചെയ്തതിൻ്റെ ഒരു പ്രശ്നം അവൾക്കുണ്ട് അല്ലെങ്കിൽ അവനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടീൻ്റെ സ്വഭാവത്തിലൊക്കെ ഇവർ ചെയ്യുന്നതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയ ഒരുപാട് ഗ്രാൻഡ് പാരൻസുകളും ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഫാദറും മദറും ഒരുമിച്ച് തീരുമാനം എടുക്കണം. ഇപ്പോൾ കുട്ടി വന്നിട്ട് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോട്ടെ, ആ ഇടവഴിയിലേക്ക് പോട്ടെ എന്ന് ചോദിക്കുമ്പം പപ്പ വന്നിട്ടില്ല, അച്ഛൻ വന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ അച്ഛനോടാണ് ചോദിക്കുന്നതെങ്കിൽ അമ്മേനോട് കൂടെ ചോദിച്ചിട്ട് ഞാൻ പറയാം. അതായത് രാത്രിയാവുമ്പോൾ അമ്മയും അച്ഛനും ഒരുമിച്ച് ഉണ്ടാവുന്ന സമയത്തിൽ ഇവർ രണ്ടുപേരും കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണ് എല്ലാ തീരുമാനവും. ഇപ്പോൾ സ്കൂളിലെ എക്സ്കർഷന് പോകണോ, ടൂറിന് പോകണോ എന്നൊക്കെ ഉള്ളത് അച്ഛൻ പോയിക്കോളാൻ പറഞ്ഞു, അമ്മ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേര് രണ്ട് തീരുമാനമാണെന്ന് പറയുമ്പോൾ കുട്ടികൾ അവിടെ ഗെയിം കളിക്കും. എന്ത് സാധനം ആരോട് ചോദിച്ചാൽ സമ്മതിക്കും, ആരോട് സമ്മതം മേടിച്ചിട്ട് പോകണം എന്നൊക്കെ കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഒരിക്കലും നിങ്ങൾ രണ്ട് തീരുമാനമാണെന്ന് കുട്ടിക്ക് തോന്നരുത്. ഞാൻ അച്ഛനോടും കൂടെ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ അമ്മ വന്നിട്ട് അമ്മേനോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നാളെ പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടേ കുട്ടിയുടെ ഓരോ കാര്യങ്ങളിലും തീരുമാനം എടുക്കുള്ളൂ എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവണം. ഈ ഒരു സാധനം കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്താൽ പോരാ കേട്ടോ. ഈ ഒരു സാധനം ശരിക്കും അങ്ങനെ തന്നെ ചെയ്യണം. ഒരു കുട്ടീൻ്റെ എല്ലാ കാര്യത്തിലും ഹസ്ബൻഡും വൈഫും രണ്ടുപേരും, നിങ്ങൾ പാരൻ്റ് അച്ഛനും അമ്മയും രണ്ടുപേരും കൂടെ തീരുമാനിച്ച് രണ്ടുപേർക്കും ഓക്കെ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുക, പാരൻറ്റിങ് ചെയ്യുക. ഓരോ സ്കൂളിൽ ചേർത്തുന്ന കാര്യമായാൽ പോലും, ഓരോ ടോയ്സ് മേടിച്ചു കൊടുക്കുന്ന കാര്യമായാൽ പോലും രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് പാരൻറ്റിങ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലൂടെ പാരൻറ്റിങ്ങിൻ്റെ ആരും കാണാത്ത ഒരുപാട് പാരൻറ്റിങ്ങിനെ പറ്റി ക്ലാസ്സുകൾ എടുക്കുന്ന പല യൂട്യൂബേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും ക്ലാസ്സൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരും കാണാത്ത ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള ആൾക്കാർ ആരെങ്കിലും നിങ്ങളെ മനസ്സിൽ വരികയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തൊരാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.